ഇഞ്ചി ചുക്കാക്ക് ഇഞ്ചി ചുക്ക് ചിരണ്ടിയിട്ട് ഇതേപോലെ ചുക്കാക്ക് പണിയാണ് ഇന്ന് നടക്കാൻ പോകുന്നത്. ഇഞ്ചി ചുക്കാക്ക് ചുക്കാക്കാണ് പരിപാടി. ഇഞ്ചി ചുക്കാക്ക് എന്തൊക്കെ ഉണ്ട്? ഇഞ്ചി നന്നായിട്ട് ചിരണ്ടുക, വെയിലത്തിട്ട് ഉണക്കുക. എത്ര മാസം കേടുകൂടായിരിക്കും? ഒരു കൊല്ലൊക്കെ വരെ. ഒരു കൊല്ലിരിക്കല്ലേ? ചിരണ്ടുക. അപ്പോൾ ഇഞ്ചി പറിച്ചിട്ടേ എല്ലാവരും ചുക്കാക്കിക്കോളി. ഇഞ്ചി പറിക്കാറായ ഇഞ്ചി ഉണ്ടെങ്കിൽ പറിക്കുക, ചുക്കാക്കുക. ചുക്ക ഇപ്പം ഏത് കാലത്തും ഉപയോഗിക്കാൻ പറ്റും. ചുക്ക് ഉണക്കിയിട്ട് നന്നായിട്ട് തൊലി കളഞ്ഞ് കഴുകി ഉണക്കി എടുത്തു വെച്ചാൽ ഒരുപാട് കാലം യൂസ് ചെയ്യാം. ഏത് വീട്ടിലും ചുക്കുണ്ടാവണം നല്ല കാര്യമാണ്. നല്ല തൊലി കളയാം. മണിയെന്ന് എന്താ പറയാനുള്ളത്? പറഞ്ഞോളൂ. ഇഞ്ചി തോല് കളഞ്ഞിട്ട് ചുക്കാക്കുക. അതന്നെ. ഇതിൻ്റെ ഉള്ളിലുള്ള ചളിയൊന്നും പാടില്ല കേട്ടോ. ചളികൾ മൊത്തം കളയണം. കുറച്ച് ചളിയാവാം. കുറച്ച് ചളി എടുക്കാൻ പാടില്ല. ചളിയിൽ ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഉണങ്ങുമ്പോൾ അത് ഇതാവും. ചളി ഇല്ലാതെ ഇഞ്ചിയുടെ ഓരോ ഭാഗങ്ങളും നമ്മൾ കണ്ട വൃത്തിയാക്കി ചളി ഇല്ലാത്ത രീതിയിലാക്കും. എന്നിട്ട് ഇതേപോലെ ചിലപ്പോൾ ഞാൻ അടുത്ത തലമുറയ്ക്ക് ഇഞ്ചി എങ്ങനെ ചുക്കാക്കാന്ന് അറിയുണ്ടാവില്ല. അപ്പോൾ നമ്മളത് കാണിച്ചു കൊടുക്കുക എങ്ങനെ ഇഞ്ചി ചുക്കാക്കുക. ഇനി വരുന്ന കുട്ടികളൊന്നും ഇപ്പോൾ ഇത് ചുക്കാക്കുന്ന പരിപാടിയൊന്നും അറിയണ്ടാവില്ല. അവർക്ക് ചുക്ക് എന്ന് പറഞ്ഞാൽ അവർക്ക് എന്താണെന്ന് അറിയില്ല. ചുക്കോയോ ചുക്കും ചുണ്ണാമ്പും ഒന്നും ചുക്കുകയും. അപ്പം അതിന് നല്ലത് നമ്മൾ ചുക്കാക്കിയിട്ട് കാണിച്ചു കൊടുക്കുക. അപ്പോൾ ഇഞ്ചി ചുക്കാക്ക് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിരണ്ട് വെയിലത്തിട്ടിട്ട് ഒരാഴ്ച നന്നായിട്ട് ഉണക്കിയെടുത്തു കഴിഞ്ഞാൽ അത് ഒരുപാട് കാലം കേടില്ലാതിരിക്കും. ഇത് വേണം വേറെ എന്നത്. ഇത് ഇടയ്ക്കിടയ്ക്ക് ചുക്കാക്കി വെച്ചാൽ ഇടയ്ക്ക് ഒന്ന് വെയിലത്തിട്ടിട്ട് ഉണക്കും വേണം. ഈ ഈർപ്പം തട്ടിയാൽ അത് ഉറം കുത്തും. കുത്തിപ്പോകാൻ സാധ്യതയുണ്ട്. അതൊരു പോയിൻ്റാണ് കേട്ടോ. കുത്തിപ്പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ ചുക്കാക്കി എടുത്ത് വെക്കുമ്പോൾ ഒരു മാസം കഴിഞ്ഞിട്ട് 2 മാസം കൂടുമ്പോഴൊക്കെ ഒന്ന് വെയിലത്തിട്ട് ഒന്നും കൂടി ഒന്ന് ഉണക്കി എടുത്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കുത്ത് ഉണ്ടാകുന്ന അല്ലെങ്കിൽ ഒരു പൊടിയായി പോവും. അത് മാറും. ഒന്നും കൂടി വെയിലത്തിട്ട് ഉണക്കിയിട്ട് അതേപോലെ പ്ലാസ്റ്റിക്കിൻ്റെ കവറുണ്ടെങ്കിൽ അതിൽ കെട്ടി വെച്ചാൽ നല്ല ഉണങ്ങി ചൂടൊക്കെ ആറിയതിന് ശേഷം കെട്ടി വെക്കണം. അതിൽ ഈർപ്പുണ്ടാവാൻ പാടില്ല. അല്ലെങ്കിൽ നല്ല പ്ലാസ്റ്റിക്കിൻ്റെ ഡപ്പ അതായാലും പറ്റും. അതിൽ എടുത്ത് വെക്കുക. ഒരു 1-2 മാസം കഴിഞ്ഞിട്ട് വീണ്ടും ഒന്നും കൂടി ഉണക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് ചുക്ക ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങൾ സമീപിക്കട്ടോ. ചുക്ക ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ തരാം. അതിനൊന്നൊരു കുഴപ്പമില്ല. ഇനി ഇതിൻ്റെ കുറച്ച് മരുന്നുകൾ പറഞ്ഞുതരാം. ഈ ചുക്കും തേനും സമം, പിന്നെ ചുക്കിൻ്റെ പൊടി, ചുക്കിനെ അരച്ച് പൊടിയാക്കിയിട്ട് അതും തേനും സമം കൂട്ടി കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കഫക്കെട്ട്, തൊണ്ടവേദന അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പോവും. കഫക്കെട്ട്, തൊണ്ടവേദന അങ്ങനത്തെയൊക്കെ പോവും. പിന്നെ ചുക്ക് പൊടിച്ച് കൽക്കണ്ടം ചേർത്ത് കഴിച്ചു കഴിഞ്ഞാൽ ഈ വായിലുണ്ടാവുന്ന ചെറിയ ചെറിയ വ്രണങ്ങൾ
അഥവാ പിന്നെ ഈ പുണ്ണുകൾ അതൊക്കെ ഇല്ലാതാവും. അതേപോലെ വയറിൻ്റെ ഉള്ളിലുള്ള ഗ്യാസ് ട്രബിൾ പ്രശ്നങ്ങൾ ഇല്ലാതാവും. ഗ്യാസ് അല്ലെങ്കിൽ വയറ് സംബന്ധമായിട്ടുള്ള എല്ലാ രോഗങ്ങൾക്കും ചുക്ക് വളരെ പ്രയോജനമാണ്. ചുക്കും കുരുമുളകും സമമെടുത്തിട്ട് ചാലിച്ച് കഴിച്ചാൽ വയറിൻ്റെ ഉള്ളിലത്തെ അൾസർ, പുണ്ണ്, അതുകൊണ്ടുണ്ടാകുന്ന വിഷമങ്ങളൊക്കെ മാറും കേട്ടോ. ചുക്കുകൊണ്ട് ഒരുപാട് മരുന്നുണ്ട്, നമുക്ക് നെറ്റിൽ സെർച്ച് ചെയ്താൽ കിട്ടും. പിന്നെ ചുക്കും ചുണ്ണാമ്പും അത് രണ്ടും ചേർത്തിട്ട് എന്താ ചെയ്യാന്ന് എനിക്കറിയില്ല. ഈ പിന്നെ കടുന്നൽ അങ്ങനത്തെ സാധനങ്ങൾ, കരിക്കുന്ന കടുന്നലൊക്കെ കുത്തിയ ഭാഗത്ത് അത് രണ്ടും ചേർത്ത് തേച്ചാൽ ഒരു ആശ്വാസം കിട്ടുമെന്ന് പറയുന്നുണ്ട്. പിന്നെ കടുന്നൽ കുത്തിയിട്ടില്ല, അത് കാരണം കടുന്നൽ കുത്തിയ സമയത്തേറ്റ ചുക്കുണ്ടാവും ചെയ്തിട്ടില്ല. അപ്പോൾ അതിനെ അത് അറിയില്ല കറക്റ്റായിട്ട്, അല്ലേ പണി? ചുക്കായിട്ടില്ല, അന്ന് ചുക്കായിട്ടില്ല, അന്ന് നമ്മൾ ചുക്കുണ്ടാക്കിയിട്ടില്ല. അത് കാരണം അതിൻ്റെ ആ റെമഡി കറക്റ്റായിട്ട് പറയാൻ പറ്റില്ല. ഇത് നല്ല നാടൻ ഇഞ്ചിയാണ്, യാതൊരു പിന്നെ വളങ്ങളോ കൃത്യമായിട്ടുള്ള ഒന്നും ചേർക്കാത്ത ഇഞ്ചിയാണ്. വളരെ ഇതായിട്ട് ഹൈജീനൊക്കെ ഉണ്ടായതാണ്. ഒന്നും ചേർത്തിട്ടില്ല, വെറുതെ ഇഞ്ചി നട്ടു. ഇഞ്ചി നട്ടിട്ട് പോന്നു, പിന്നെ പോയി പറിച്ചു. അത് കാരണം ഇഞ്ചിക്ക് കുറച്ച് വലിപ്പക്കുറവൊക്കെ ഉണ്ട് കേട്ടോ, കുറച്ചൊരു വണ്ണം കുറവ്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇത് അര കഷ്ണം ഇട്ടാൽ മതി. അര കഷ്ണം ഇട്ടാൽ മറ്റേ ഇഞ്ചി ഇങ്ങനെ മേടിച്ചിട്ട് 4 കഷ്ണം ഇടുന്നതിന് പകരം ഇത് അര കഷ്ണം ഇട്ടാൽ അതാണ് ഇതിൻ്റെ പ്രത്യേകത. നാടൻ ഇഞ്ചിയാണ്. നാടൻ ഇഞ്ചി. അതേപോലെ ഇഞ്ചി നീര് വെറും വയറ്റിൽ കഴിക്കുന്നത് വളരെ നല്ലതാണ്. വളരെ നല്ലതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വയറ് സംബന്ധമായിട്ട് നമ്മൾ ഭക്ഷണം ദഹിക്കാനും അല്ലെങ്കിൽ വയറ് സംബന്ധമായിട്ടുള്ള എന്ത് അസുഖം ഉണ്ടെങ്കിലും ഇഞ്ചി നീര് അധികം കഴിക്കരുത്. 1 ടീസ്പൂൺ അധികം കഴിച്ചിട്ട് കിഡ്നിക്ക് പണിയില്ലാത്തത് 1 ടീസ്പൂൺ കഴിക്കുക. അതുപോലെ ഇഞ്ചി പിന്നെ ഇതാക്കി കുടിക്കുക, ജ്യൂസ് അടിച്ചിട്ട് സ്വല്പം പഞ്ചസാര ചേർത്ത് ജ്യൂസ് അടിച്ച് കഴിക്കാനും വളരെ നല്ലതാണ്. ശരീരത്തിൻ്റെ താപനില അഥവാ ശരീരം ചൂടാവുന്നത് തണുപ്പിക്കാൻ ഇഞ്ചിക്ക് കഴിയും. ശരീരം ചൂടാവുന്നത് അതായത് ചിലർക്ക് അമിതമായ വിയർപ്പ്, ചൂട്, അതിനൊക്കെ പ്രതിരോധിക്കാനും ഇഞ്ചിക്ക് കഴിയും. ഇഞ്ചിക്ക് ഇങ്ങനെ ഒരുപാട് ഗുണമുണ്ട്. പിന്നിപ്പോൾ നമ്മുടെ എല്ലാ ഭക്ഷണത്തിനും ഇഞ്ചില്ലേ. ചുക്കില്ലാത്ത കഷായം അറിഞ്ഞില്ല, ഇല്ലാത്ത കഷായമില്ല. അതേപോലെ ഇഞ്ചില്ലാത്ത കറിയില്ല. ഇഞ്ചിക്കറി, കറികൾ ഒരുപാടല്ലേ ഇഞ്ചിയുണ്ട്. ഇഞ്ചിപ്പൊടി, പിന്നെ അതൊക്കെ കറികളുണ്ട്. പിന്നിപ്പോൾ ഇറച്ചി വെക്കണമെങ്കിൽ എന്തായാലും ഇഞ്ചി വേണം. ഇറച്ചിക്കറികളിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു സാധനമുണ്ട്. പിന്നെ ഇഞ്ചി അച്ചാറുണ്ടാക്കാം. ചെറുതാക്കി നുറുക്കി നല്ല ഉലുവ, പിന്നെ മുളക് പൊടി, മല്ലി, കായം ഒക്കെ ചേർത്തിട്ട് ചെറുതാക്കി, അത് നല്ല അച്ചാർ. ഇഞ്ചിയുടെ അച്ചാർ, ഇഞ്ചിയുടെ അച്ചാർ കുറേശ്ശെ കഴിക്കുന്നത് ശരീരത്തിന് വളരെ ഗുണം ചെയ്യുന്ന കാര്യമാണ്. ഇഞ്ചി കണവ ചൂടാകും. ഇഞ്ചി ശരീരത്തിൻ്റെ ഉള്ളിൽ ചെന്ന് നമ്മുടെ ശരീരം തണുപ്പിക്കും ചെയ്യും. അത് കാരണം നമുക്ക് വിയർപ്പൊക്കെ ആയിട്ട് ഭയങ്കരമുള്ള ബുദ്ധിമുട്ടുള്ളതെങ്കിൽ, അതേപോലെ വല്ലാതെ ആവി, കണ്ണിൽ നിന്നൊക്കെ ആവി വരുന്ന ഇതില്ലേ, അതൊക്കെ മാറിക്കും. പിന്നെ വേറെ ഇഞ്ചിക്കൊരു വലിയ ഗുണമുണ്ട് കേട്ടോ, അത് പറയാൻ മറന്നില്ല. നമ്മുടെ വിയർപ്പ് നാറ്റില്ല, അതിനില്ലാതാക്കും ഇഞ്ചി. ശരീരത്തിന് സുഗന്ധം നൽകും. വിയർപ്പ് നാറ്റം കുറക്കുന്നല്ല, വിയർപ്പ് നാറ്റം തീരെ ചിലരുടെ വിയർപ്പിനൊക്കെ ഭയങ്കര ഇഞ്ചിയുടെ മണം വരും. അത് വിയർപ്പ് നാറ്റത്തെ ഇത് നന്നായിട്ട് കുറക്കാൻ പറ്റും.
പിന്നെ തൊലിയുടെ മുകളിലുണ്ടാകുന്ന രോഗങ്ങൾക്കൊക്കെ ഇഞ്ചി വളരെ നല്ലതാണ്. കഴിച്ചിട്ട് ഇഞ്ചി ആരും അരച്ച് മേത്ത് വെക്കരുത്, എണ്ണ നീറുകയും ചെയ്യും. അത് ഇഞ്ചി ഉള്ളിൽ കഴിക്കാൻ പറ്റുന്ന ഔഷധമാണ്. തേച്ച് പിടിപ്പിക്കാനും പറ്റും. ഇഞ്ചി തേച്ച് പിടിപ്പിക്കുന്നത് എവിടെ നമ്മൾ ഈ ചെറിയ ശുദ്ധജീവ കരിങ്ങഴി അങ്ങനത്തെ അതിൻ്റെ വിഷം പോകാൻ വേണ്ടിയിട്ട് തേച്ച് പിടിപ്പിക്കുക, ആ ഭാഗങ്ങളിൽ മാത്രം. അല്ലാതെ ഇഞ്ചി ശരീരത്തിൽ തേച്ച് കഴിഞ്ഞാൽ നീക്കം ഉണ്ടാവും, പനി കിട്ടും. പിന്നൊരു കാര്യം, ഞങ്ങൾ യൂട്യൂബ് ചാനൽ കാണാത്തവരൊക്കെ ഉണ്ടെങ്കിലേ കണ്ടോളുണ്ട്, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക എന്നൊന്നും ഞങ്ങൾ പറയില്ല. അതൊക്കെ നിങ്ങൾ ഇഷ്ടം ചെയ്താണ് അല്ലേ? ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ലൈക്ക് അടിക്കൂ, ഷെയർ ചെയ്യുമെന്ന് നമ്മൾ പറയില്ല. അതൊക്കെ ഇഷ്ടമുള്ളവർ ചെയ്യുക. ഞങ്ങൾ ഇതേമാതിരി ചെറിയ ചെറിയ വീഡിയോകളൊക്കെ ഇങ്ങനെ പോസ്റ്റ് ചെയ്യും. ഞങ്ങൾ വീഡിയോയുടെ പ്രത്യേകത എന്താ വെച്ചാൽ തീരെ എഡിറ്റിംഗ് ഉണ്ടാവില്ല എന്നല്ല. എന്താ സാധനം ഉള്ളത് വെച്ചാൽ അതങ്ങൾ അപ്പോൾ കാണിക്കും അല്ലേ? നമ്മളൊന്നും ഉണ്ടാക്കി കാണിക്കില്ല, ഒക്കെ ഉള്ളത് നേരെ ചൊവ്വ കാണിക്കും. റെഡി ടു അത് കഴിഞ്ഞിട്ട് നന്നാക്കാൻ പോരെ. അതാണ് ഞങ്ങളുടെ പ്രത്യേകത. അതായത് ഇഞ്ചി പറിക്കാത്ത കാലത്ത് ഞങ്ങൾ ഇഞ്ചി പറിക്കും, ചുക്ക് ഉണ്ടാക്കാൻ പറ്റാത്ത സമയത്ത് ഞങ്ങൾ ചുക്കുണ്ടാക്കും. ആ ചുക്ക് എന്നിട്ട് ഞങ്ങൾ ആയുർവേദ കടകളിൽ കൊടുക്കും, എന്നിട്ട് അവരതുകൊണ്ട് മരുന്നുണ്ടാക്കും. എന്നിട്ടേ അതുകൊണ്ട് ഞങ്ങൾ ആയുർവേദ കടകളിൽ കൊണ്ടുകൊടുത്തിട്ട് നാട്ടുകാരെ മൊത്തം മരുന്ന് തീറ്റിപ്പിക്കും. മരുന്നേ തീറ്റിപ്പിക്കും. ഇഞ്ചിതാ നല്ല പോലെ ഇതേപോലെ കൊടുക്കണം. ഇത് മൊത്തം നടക്കും, നല്ല ചുക്കുണ്ടാക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ചുക്കല്ല ഉണ്ടാവുക. പിന്നെ ടാസ്ക്കാണിത്. ഇങ്ങനെ ചെറുതി ഉണ്ടാക്കുന്നത് കുറച്ച് പണിയാണ്, പക്ഷെ ആ പണിക്കുള്ള ഗുണമുണ്ട്. കാരണം ചുക്കുണ്ടായി കഴിഞ്ഞാൽ അതുകൊണ്ടുള്ള ഗുണങ്ങൾ കുറേ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ചുക്കുകൊണ്ട് ഗുണങ്ങളുണ്ട്. അപ്പോൾ ഇഞ്ചി ചുക്കുണ്ടാക്കണം എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.